ലാലെ ഒരുപക്ഷെ ഈ പ്രിയൻ ഒരു പെണ്ണിനെ പ്രേമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാകില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യമല്ല. 46 47 സിനിമകൾ ഞാൻ ഒരുമിച്ച്. അതല്ല, പ്രിയനൊരു പെണ്ണിനെ പ്രേമിക്കുകയും ആ ബസ്സിൽ കയറി പോവുകയും ചെയ്തതിൽ സഹിക്കാതെ ആണ് ലാല്. അതൊക്കെ അന്നത്തെ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ പോലും അറിയാതെ അല്ലെങ്കിൽ ഞാൻ പോലും ചിന്തിക്കാത്ത കാര്യം അദ്ദേഹം ചിന്തിച്ചായിരിക്കാം. ഓർമ്മയുണ്ടോ അതൊക്കെ? അല്ല, ഒരുപാടുണ്ട്. അതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല. അതായത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം, ഈ ലാലിൻ്റെ കുടുംബത്തരം ചെറുതൊന്നും ആയിരുന്നില്ല. അതായത് പ്രിയൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, ആ പെൺകുട്ടി കയറുന്ന ബസ്സിൽ കയറുന്നു. പ്രിയനത് അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു, ലാലെന്ന് MG കോളേജിൽ പഠിക്കുന്നു. ഇവൻ്റെ പ്രണയം അങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ച് ഡബിൾ ബെല്ല് അടിച്ചിട്ട് വിടുന്നു, സംഘർഷത്തിലേക്ക് എത്തുന്നു. ഇതൊക്കെ ഞാൻ വായിച്ചറിഞ്ഞതല്ല, ലാലിൻ്റെ പല സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞാണത്. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നായിരിക്കില്ല. അത് എന്തായാലും അത് ആ ഡബിള് നല്ല ഒരു യാത്രയിലേക്കുള്ള ഡബിളായിരുന്നു. ഡബിൾ ബെല്ല്, അതുപോലുള്ള ഡബിൾ ബെല്ലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും. അല്ലേ, നമുക്ക് അതാണ് ഞാൻ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും അറിയാതെയും സ്നേഹിക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ അങ്ങ് ചോദിച്ച പോലെ ഒരേ പ്രൊഫഷനുള്ളവർ എങ്ങനെ ആയിരിക്കണം. എത്രയോ വർഷത്തെ ബന്ധമാണ് ഞാനും പ്രിയദർശനുമായിട്ട്, അല്ലേ, ഞാനും സുരേഷ് കുമാറുമായിട്ട്. ഞങ്ങളൊന്നും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ, അല്ലേ, എന്ത് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട്.